കേരളത്തിൽ അഭയം തേടിയ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾക്ക് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. സംരക്ഷണ കാലയളവിൽ നവദമ്പതികളെ സ്വദേശത്തേക്ക് മടക്കി അയക്കരുത്. ലവ് ജിഹാദ് ആരോപണത്തിൽ ഭീഷണി ഭയന്നാണ് ജാർഖണ്ഡ് സ്വദേശികളായ ആശാ വർമ്മയും ഗാലിബും കേരളത്തിൽ അഭയം തേടിയത്. അഹമ്മദ് മുസ്തഫ വിശദാംശം നൽകും. മുസ്തഫ, എന്താണ് ഇവരുടെ കേസ്? ഹൈക്കോടതി എടുത്ത നിലപാടെന്താണ്? കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ ആശയും ഗാലിബും വിവാഹിതരാവുകയും ഒപ്പം തന്നെ കായംകുളം സ്വദേശിയായ ഒരു സുഹൃത്ത് വഴി സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഹൈക്കോടതിയിൽ ഇവരുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകർ മുഖേന ഹർജി ഫയൽ ചെയ്യുന്നത്. എന്തായാലും ഈ വിഷയമാണ് ഇന്ന് സിംഗിൾ ബെഞ്ച് പരിഗണിച്ചത്. ഈ വിഷയത്തിൽ പ്രധാനമായും കോടതി ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരിക്കുന്നു. കായംകുളം SHOക്ക് ഇവരുടെ സംരക്ഷണം ഒരുക്കണമെന്ന് ഇടക്കാല ഉത്തരവിലൂടെ ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഈ സംരക്ഷണ കാലയളവിൽ തിരിച്ച് ഇവരെ നാട്ടിലേക്ക് അയക്കരുത്, അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പ്രഷർ വഴി നാട്ടിലേക്ക് അയക്കാനുള്ള സാഹചര്യം ഉണ്ടാകരുതെന്നുള്ള കാര്യം കൂടി ഈ ഇന്റർവ്യൂ ഓർഡറിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഈ തിരിച്ചയക്കാത്ത കാര്യവും ഒപ്പം തന്നെ ഇവരുടെ സുരക്ഷയും കായംകുളം SHO ഉറപ്പുവരുത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ ഉടനെ പോലീസിനെ അറിയിക്കണമെന്ന് ഹർജിക്കാർക്കും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഹമ്മദ് മുസ്തഫ, കൊച്ചിയിൽ നിന്ന്.